ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസമാണ് നവരാത്രിയുടെ. അപ്പോൾ നമ്മൾ ഇന്ന് അതായത് ഇന്നലെ വരെ ദുർഗാദേവി, ആദ്യത്തെ 3 ദിവസം ദുർഗാദേവി, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവി, മഹാലക്ഷ്മി. ഞാനിന്ന് മഹാലക്ഷ്മിക്ക് അർച്ചനയാണ് ചെയ്തത്. അതായത് വെന്തിപ്പൂവും തുളസിപ്പൂവും വെച്ച് അർച്ചന ചെയ്തു. അപ്പോൾ മഹാലക്ഷ്മിക്ക് ചുറ്റും ഞാൻ താമരപ്പൂ വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് അലങ്കരിച്ചിരുന്നത്. ഇന്ന് നവദുർഗമാരിൽ കൂഷ്മാണ്ഡ ദേവിയാണ് ആരാധിക്കുന്നത്. അതുപോലെ ദുർഗാദേവിയുടെ കലശത്തിന് മുകളിൽ ഞാൻ തുളസിപ്പൂവും അതുപോലെ തുളസിയുടെ മാല, അതുപോലെ തന്നെ ഒരു ചെറിയ താമരപ്പൂവും വെച്ചിട്ടുണ്ട്. ആ താമര എൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ആ താമരപ്പൂവും വെച്ചു ഒരു ലക്ഷ്മി സ്വരൂപം കൊടുക്കാനായിട്ട്. അപ്പം അത് മാത്രമല്ല, എൻ്റെ താഴെയും ഞാനൊരു താമരപ്പൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിവിടെ ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ വായിച്ചതെന്ന് ലക്ഷ്മി അഷ്ടോത്തരം, ദുർഗ അഷ്ടോത്തരം, അതുപോലെ ശ്യാമളാദണ്ഡകം. ഇത് 3ഉമാണ് വായിച്ചിരിക്കുന്നത്. ഇത് കാമാക്ഷി വിളക്കാണ്. കാമാക്ഷി വിളക്കിൻ്റെ പ്രത്യേകത വെച്ചാൽ കരിമ്പ് പിടിച്ചിട്ടുണ്ടാവും ദേവി. മറ്റേ ഗജലക്ഷ്മി വിളക്കല്ല, കാമാക്ഷി വിളക്കാണത്. ഇത് കണ്ടോ, എൻ്റെ ദേവി താമരപ്പൂവ് ചുറ്റും താമരപ്പൂ വെച്ചിട്ട് ഇരിക്കുന്ന പോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ നൈവേദ്യമായിട്ട് വച്ചിരിക്കുന്നത് തൈര് കൊണ്ടുള്ള എന്തെങ്കിലുമാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ മൽപ്പുവ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതായത് റെസിപ്പി അറിയാമെങ്കിലും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. പകരം ഞാൻ തൈര് സാദം ഇന്നുണ്ടാക്കി. ഇതാണ് തൈര് സാദം. അപ്പം ഞാൻ തൈര് സാദം, പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ മാതള നാരങ്ങയും അതുപോലെ തന്നെ പഴവും പിന്നെ നാളികേരം, ഇതുമാണ് വച്ചിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ലക്ഷ്മി ദേവിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.